ഹായ് ഡിയർ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഇൻസ്റ്റയിലും യൂട്യൂബിലുമായിട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള അറബിക് മസാലയുടെ റെസിപ്പി ആയിട്ടാണ്. പിന്നെ ഈ ഒരു മസാലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ മന്തി ഉണ്ടാക്കുമ്പോഴും മദ്ഹൂത്ത് ഉണ്ടാക്കുമ്പോഴും കബ്സ ഉണ്ടാക്കുമ്പോഴും ഇനി ഏത് അറബിക് ഡിഷ് ഉണ്ടാക്കുമ്പോഴും ഈ ഒരു മസാല ഉപയോഗിക്കുക. അതുമാത്രമല്ല നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്തൊക്കെ ഇത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മസാല നമുക്ക് ഒരുപാട് കാലം തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു മാജിക് മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ഫ്രൈ പാനിലോട്ട് 4 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 4 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പം ഇത് രണ്ടും സെയിം അളവിൽ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തതായിട്ട് ഒരു ഡ്രൈ ലെമണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഡ്രൈ ലെമൺ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. ഒരു 5 എണ്ണം വരെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കാശ്മീരി മുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ടേബിൾ സ്പൂണും ടീസ്പൂണും മാറാണ്ടിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. വലുത് ടേബിൾ സ്പൂണും ചെറുത് ടീസ്പൂണും ആണ്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 10 ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ബേ ലീഫ് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 3-4 കഷ്ണം പട്ട ചേർത്ത് കൊടുക്കുക കേട്ടോ. പട്ട ഒന്ന് പൊടിച്ചിട്ട് കൈകൊണ്ട് പൊടിച്ചിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 6 ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം മഞ്ഞൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ റോസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം റോസ്റ്റ് ചെയ്യാൻ. ഒരുപാട് തീ അങ്ങ് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്പൈസസ് എല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ വളരെ പതുക്കെ വേണം നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കാൻ. എങ്കിൽ മാത്രമേ ആ ഒരു സ്പൈസസിലുള്ള ഓയിൽ കണ്ടൻറ്റൊക്കെ ഇറങ്ങി വന്നിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്ക് ഡ്രൈ ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് നല്ല രീതിക്ക് തന്നെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ റോസ്റ്റിംഗ് ടൈം എന്ന് പറയുന്നത് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുക. നമ്മളിങ്ങനെ റോസ്റ്റ് ചെയ്ത പാത്രത്തിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നാൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയ ശേഷം ഇതൊന്ന് ചൂടാറി കഴിഞ്ഞാൽ നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ സ്പൈസസ് ഒക്കെ നല്ലോണം ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലുള്ള കംപ്ലീറ്റ് വെള്ളവും പോക്കി ഡ്രൈ ആക്കിയതിന് ശേഷം ഈ ഒരു സ്പൈസസ് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. പിന്നെ പൊടിച്ചെടുക്കുമ്പം നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാം കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ നല്ല പൗഡറായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇതിപ്പം ഈ ഒരു അറബിക് മസാല മാത്രമല്ല, നമ്മൾ ബിരിയാണി മസാലയും അതുപോലെ സാമ്പാർ പൗഡറും ഒക്കെ പൊടിച്ചെടുക്കുന്ന സമയത്ത് മിക്സിയുടെ ചെറിയ ജാറിൽ തന്നെ ഇട്ട് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മുടെ മാജിക് മസാല റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു മസാലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് ഒരുപാട് റെസിപ്പീസിൽ ഇത് ഉപയോഗിക്കാം. പിന്നെ ഇതുപോലെ എയർ ടൈറ്റ് ഉള്ള കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ലൊന്നും നഷ്ടപ്പെടാതെ മാസങ്ങളോളം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഈ ഒരു മസാല പൗഡർ കേട്ടോ. അപ്പോൾ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കുമ്പം ആ ഒരു ഡിഫറൻറ്റ് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.